സദ്യയുടെ കൂടെ കിട്ടുന്ന ഈ ഒരു തൊട്ടുകൂട്ടാൻ ഇങ്ങനെ ഒന്ന് തൊട്ടു നാവിൽ വെച്ച് അതിൻ്റെ ആ മധുരവും പുളിപ്പും ഒന്നും ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഞാൻ പറയുന്നത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ദേ ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കുറച്ചൊരു കഷ്ണം അങ്ങ് മാറ്റി വെച്ചിട്ട് കേട്ടോ. ബാക്കി എടുത്തുനിന്ന് ചെറുതായി അരിഞ്ഞ് ഒരു മൺചട്ടിയിലേക്കിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ള തേങ്ങ ഒന്ന് തയ്യാറാക്കിയാലോ? ഒരു ഈ ഒരു ചെറിയ ബൗളിൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്, അതോടൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പൈനാപ്പിൾ ഇല്ലേ, ചെറിയ കഷ്ണം മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു പൈനാപ്പിളും കൂടെ നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിളിലെ വെള്ളവും ഒരു 2 സ്പൂണോളം വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പൈനാപ്പിൾ വെന്തിരിപ്പുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമുക്കൊന്ന് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു അരപ്പും എല്ലാം കൂടെ ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ തീ അങ്ങ് ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് നന്നായൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ തൈരങ്ങ് ചൂടായി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലാസ്റ്റിലാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഒരു ചെറിയ ബൗളിന് ഒരു 1.5 ബൗള് തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഈ ഒരു ബൗളിലാണ് തൈര് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ബൗളോളം തൈരുണ്ട്. അത് ഈ വിസ്ക് വെച്ച് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് തൈര് അടിച്ചെടുക്കരുത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അതെല്ലാം കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒട്ടും തന്നെ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. നമ്മുടെ ആ ഒരു പൈനാപ്പിളും അരപ്പും എല്ലാം കൂടി വെന്തിരിക്കുന്ന അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് നന്നായൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ തൈര് നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ ആ ഒരു വെന്ത പൈനാപ്പിളിലേക്ക് ഇതെല്ലാം ഒന്ന് നന്നായൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കണം. ഇപ്പോഴൊന്നും ഞാൻ ആ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ആ ചട്ടിയുടെ ചെറിയൊരു ചൂടിലാണ് തൈരെല്ലാം ഒഴിച്ചത്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരിങ്ങ കേട്ടോ. ഇതൊന്നിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് പൊള്ളി വരണം. ഈ മുന്തിരിയൊക്കെ നമ്മുടെ നെയ്യിലിടുമ്പോൾ ഒന്ന് വീർത്ത് വരുമല്ലോ, അതുപോലെ ഒന്ന് ആയി വരണം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കടുക് വറുത്തത് ചൂടോടെ കറിയിലേക്ക് ഒഴിക്കാൻ പാടില്ല. ഇതൊന്ന് ആറി തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതാ ഒഴിക്കുന്ന ഭാഗത്തെ നമ്മുടെ ആ തൈരെല്ലാം അങ്ങ് പിരിഞ്ഞ് പന്നലായി പോവും. പിന്നെ നമ്മുടെ ആ പച്ചടി കാണാൻ ഒരു ഭംഗിയും കാണില്ല. കഴിക്കുമ്പോഴും ആ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഇത്രയേ ഉള്ളൂ. കടുക് വറുത്തതൊഴിച്ച് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മധുര പച്ചടി.